നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? ബെസ്റ്റ് ഫ്രണ്ട് ആയാ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഏയ് ഉറപ്പായിട്ടും ചെയ്യാം. നീ പറഞ്ഞ അത് ഫൈനലാ. ഞാനിവിടെ എന്തിനാ? നീ പറയുന്നതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മിസ്റ്റേക്ക് വരാതെ ചെയ്യാനാ. നീ പറഞ്ഞ ഡീൽ എനിക്ക് ഓക്കെ. താങ്ക് യു ഫ്രണ്ട്സ് ഫ്രണ്ട്. ഏയ് പക്ഷേ ഇനി എന്താ? അതെ, നിങ്ങളെ നീട്ടി വിളിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാ. നിങ്ങളെ ഞാൻ എങ്ങനെയാ വിളിക്കുക? എന്ത് വേണമെങ്കിലും വിളിക്കേ. അശോക് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. അശു അങ്കിൾ എന്ന് വിളിച്ചാലോ? നോ പ്രോബ്ലം. ആ പിന്നെ നിങ്ങൾക്ക് പ്രീനെ പോലെ അങ്കിൾ എന്ന് വിളിച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ? അതെന്താണെന്നോ, പ്രീന ആന്റി എന്ന് വിളിച്ചാ പ്രീക്ക് ദേഷ്യം വരും, അറിയോ? ആണോ? സിഹി, അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഒരുപാട് ജോലി ഉണ്ടാവും. സർ സോറി, വാ ഡ്രോയിങ് ഫിനിഷ് ചെയ്യാം. ഇല്ല, അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. ആക്ച്വലി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ? ഐ നീഡ് ടു അറ്റൻഡ് ദിസ്. ഇതാ ഞാൻ ഓഫീസിലേക്ക് നിന്നെ കൊണ്ടുവരില്ല എന്ന് പറയുന്നേ, എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്. സോറി സീതമ്മ, ഞാൻ അതിന് വേണോന്ന് വെച്ചാ അവനെ ഡിസ്റ്റർബ് ചെയ്തതല്ലല്ലോ. അവൻ എന്നോട് ചോദിച്ചതാ. ചോദിക്കും, ബാ ഇവിടെ. പറയ് സൂരി. എടാ അശോക, ഓഫീസിലെ കാര്യം മാത്രല്ലടാ, എന്റെ കാര്യം കൂടി ഒന്ന് നോക്കടാ. സൂരി, എന്താ ഉണ്ടായത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, ഇങ്ങനെ പോയാ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, എന്നോട് പ്രോമിസ് ചെയ്തൊക്കെ എവിടെയെങ്കിലും എത്തിയോ? സൂരി, ഞാൻ പറഞ്ഞതല്ലേ. ഓ, നീ വലിയ ആളാകാൻ നിൽക്കണ്ട കേട്ടോ. ആളായതല്ല സൂരി. അല്ല, എന്റെ കുട്ടി നോക്കുന്ന പെണ്ണ് ആരാണെന്ന് എനിക്കറിയാം. അവളുടെ കല്യാണം മുടങ്ങിപ്പോയതും എനിക്കറിയാം. സമയവും കഴിഞ്ഞു. ഇനി എന്താ? അവർ രണ്ടുപേരിരുന്നൊന്ന് സംസാരിച്ചോ? എന്താ അവസ്ഥ? എന്താ സംഭവിക്കുന്നെന്ന് പറ. എനിക്ക് ഇനി അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റൂല. സൂരി, ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവൻ ഒഫീഷ്യലായിട്ട് വന്ന് നിങ്ങളോട് കാര്യം പറയും. എന്ന് പറയുന്നു. ഇനിയും കാത്തിരിക്കേണ്ടി വന്നാ എനിക്ക് വേറെ തീരുമാനം എടുക്കേണ്ടി വരും. ഞാനെങ്ങാനും ഇതിന് തുനിഞ്ഞ് ഇറങ്ങിയ ഓർത്തോ, അതുറപ്പാ. ഏയ്, ഇത് കൊള്ളാലോ. ഇതെന്തിനാ എന്നോട് പറയുന്നേ? പോയി നിങ്ങളുടെ പേരക്കുട്ടിയോട് പറയും. എന്താ കല്യാണം നടത്തുന്നത് ഇത്ര ഈസിയാ? ഈ മുത്തശ്ശന്റെ കൊച്ചുമുന്റെ ഇടയിൽ ഞാനായി കിടന്ന് കറങ്ങുന്നേ, കറക്റ്റ് അല്ലേ? എന്താടാ ഇങ്ങനെ പറയുന്നേ? വീട്ടിലേക്കാ വരുന്നില്ല എന്ന് പറഞ്ഞവനെ വിളിച്ചുകൊണ്ടുവന്നത് നീയാ. ഇനി കല്യാണവും നീ തന്നെ നടത്തണം. നോ എക്സ്ക്യൂസ് കേട്ടല്ലോ. ഇനി സൂര്യയുടെ വക ഇങ്ങനെ ഓരോന്നു. അയ്യോ രാമ, എത്രയും പെട്ടെന്ന് നിന്റെ ലവ് ഒന്ന് ട്രാക്കിൽ എത്തിക്കടാ. അല്ലെങ്കിൽ സൂര്യ ഇറങ്ങും, അറിയാലോ എന്താകുമെന്ന്. അറിയില്ലേ? ഇറങ്ങി എന്ത് ചെയ്യുമോ എന്തോ. ഇപ്പൊ ആലോചിക്കുമ്പോ തന്നെ ഉള്ളിൽ നിരിയുന്നുണ്ട്. അല്ല അച്ഛാ, അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. കാര്യം എന്താണെന്ന് അറിഞ്ഞാ എനിക്കും കൂടി ഹാപ്പി ആവായിരുന്നു. നിന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഉള്ളേ? സന്തോഷേ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ ഡെവളാകുന്ന നമ്മളെ രാമന്റെ കല്യാണം എന്ന് നടക്കുമെന്ന് വിഷമിച്ചിരിക്കല്ലോ. ഇനി അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിന് ഒന്നും റെഡി ആയിട്ടില്ലല്ലോ അച്ഛാ. സോറി അച്ഛാ, അച്ഛൻ വിചാരിച്ച പോലൊരു പെൺകുട്ടിയെ എനിക്ക് കണ്ടെത്താനായില്ല. ഈ പ്രപഞ്ചം മുഴുവൻ തപ്പിയാലും അവനൊരു പെൺകുട്ടിയെ കണ്ടെത്താനാവില്ല. എന്താന്ന് വെച്ചാ അവന്റെ പെൺകുട്ടി അവൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് സത്യമാണോ അച്ഛാ? കുറച്ച് ബുദ്ധിമുട്ടിയാ ഈ കാര്യം ഇത്രയും ദിവസം നിന്റെ അടുത്ത് പറയാതിരുന്നു. പറയണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, പറഞ്ഞാ പിന്നെ നീ അടങ്ങിയിരിക്കുവോ? നേരെ പോയി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് ദൈവത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തില്ലേ?
പെൺകുട്ടി ആരാ അച്ഛാ? അത് നിനക്കറിയാം മോളെ. ഒരു തവണ കല്യാണം ഉറപ്പിച്ച് മുടങ്ങിപ്പോയില്ലേ, അവള് ആ സീത. സാത്വിക മുഖലക്ഷണമുള്ള കുട്ടി. അവളെ നമ്മുടെ റാമിന് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അവനെ കഷ്ടപ്പെട്ടൊന്നും സമ്മതിപ്പിക്കേണ്ട. എനിക്ക് വിശ്വാസമുണ്ട് ആ കുട്ടി ഈ വീടിന് ചേർന്ന കുട്ടിയാന്ന്. എന്താന്ന് വെച്ചാ അവളെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. അപ്പൊ സീതാരാമ പ്രേമഗാഥ അച്ഛനും അറിയാമല്ലേ? അപ്പൊ ഇവര് തമ്മിൽ സംസാരിച്ച് ബിസിനസ് ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഒന്നും അറിയാത്ത പൊട്ടിയപ്പോ ഞാൻ മാത്രം. അവളെ നാളെ ഈ വീട്ടിലേക്ക് മണവാട്ടിയായി കയറ്റിക്കൊണ്ടുവരും. ആരതി എടുക്കാൻ പറയും. ഇളിച്ചു നിന്ന് ഞാൻ അവൾക്ക് ആരതി എടുക്കേണ്ടി വരും. പ്രിയ, വാ ഭക്ഷണം കഴിക്കാം. സീതമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഭക്ഷണം കഴിക്കട്ടെ? വേണ്ട, അവനെന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവും, ഡിസ്റ്റർബ് ചെയ്യേണ്ട വെറുതെ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. പ്രിയാൻറ്റി ഉണ്ടല്ലോ. ബേബി, ഇന്നെന്താ നിനക്ക് സീതാമ്മയ്ക്ക് സ്പെഷ്യല്? ഓയ്, എന്തു പറ്റി? ഞാനൊന്നും മിണ്ടൂല പ്രീ, നിങ്ങൾക്കൊക്കെ ഡിസ്റ്റർബ് ആവും. സിഹി, നീ വെറുതെ ഓവർ ആക്കല്ലേ. സീതമ്മ, എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാനും പാടില്ലേ? അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഞങ്ങള് ഒരുമിച്ചിരിക്കട്ടെ പ്ലീസ് സീതമ്മ. സിഹി, അവളങ്ങോട്ട് പോട്ടെ. ഭക്ഷണം കഴിക്കാനായിട്ടല്ലേ അവളങ്ങോട്ട് പോയത്. അപ്പോഴേക്കും നമുക്ക് കഴിക്കാലോ, വിശക്കുന്നുണ്ട്. ഫ്രണ്ട്, ഭക്ഷണം കഴിച്ചോ? നീ ഇവിടെ ഉള്ളപ്പോ നിന്നെ വിളിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഇത് മുഴുവൻ കഴിക്കും. ഫ്രണ്ട്, നീയും വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സോറി സീപ്പൊന്നെ, അങ്ങനെ എനിക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അതെന്താ ഫ്രണ്ട്? എന്താന്ന് വെച്ചാ സീതമ്മ കുറെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. ഓഫീസില് ഞാൻ ബോസ് ആണ്, അവരൊക്കെ എംപ്ലോയീസ് ആണ്. അതുപോലെ ഇതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ഓർഡർ തന്നിട്ടാ പോയെ. അതുകൊണ്ട് ഞാനും നീയും അശോകും കൂടെ ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവാ. എന്ത് പറയുന്നു? എന്താടി എന്നെ എന്തോ ആക്കി ചിരിച്ചതുപോലെ ഉണ്ടല്ലോ. ഫ്രണ്ട്, നീയല്ലേ ഓഫീസിലെ ബോസ്? നീയല്ലേ സ്ട്രിക്റ്റ് ആയിട്ട് നിക്കണ്ടേ? എന്നിട്ട് നീ എന്തിനാ സീതമ്മ ഇങ്ങനെ പേടിച്ചോണ്ട് നിക്കുന്നേ? എന്ത് ചെയ്യാനാ, എന്തായാലും അവള് സീതമ്മയല്ലേ. അമ്മ എന്ന് വെച്ചാൽ ദൈവത്തിന് തുല്യമല്ലേ. അത് വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ ആരാ മോളെ? ഫ്രണ്ട്, ഞാൻ സീതമ്മയെ പേടിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണോ സ്നേഹം കൂടുതൽ അവിടെയാണ് പേടി കൂടുതലെന്ന് സീതമ്മ പറയാറുണ്ട്. എനിക്ക് സീതമ്മയെ ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ടാ എനിക്ക് സീതമ്മയെ പേടിയും ഉള്ളത്. നിനക്കോ ഫ്രണ്ട്? നീയും സീതമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? വാ, എങ്കിൽ നമുക്ക് കഴിച്ചാലോ. ഓക്കേ. ഫ്രണ്ട്, കൈവേദനയുണ്ടോ? കുറച്ച്. ഫ്രണ്ട്, നിനക്ക് കഴിക്കാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ വാരി തരട്ടെ? ഓക്കേ. സൂപ്പറായിട്ടുണ്ടോ പൊന്നെ? എന്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയ സീതമ്മ ഇങ്ങനെ ചെയ്യാറുള്ളത്. ആഹാ, ഇപ്പൊ ജൂനിയർ വാരി തരുന്നുണ്ട്. സീനിയറിനുള്ള ചാൻസ് എപ്പോഴാണാവോ? അശു അങ്കിൾ, ഈ ജൂനിയർ സീനിയർ എന്ന് വെച്ചാ? അത് നീ സീനിയർ ആവുമ്പോ നിനക്ക് മനസ്സിലാവും.
അശ്വാങ്കിൾ വാ. നീ ഇതെവിടെയായിരുന്നു? CCTV ഫുട്ടേജസ് ഒക്കെ ചെക്ക് ചെയ്തു. ബൈക്കാർ ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് അവന്റെ മുഖം കണ്ടില്ല. എടാ, ബൈക്ക് നമ്പർ ട്രേസ് ചെയ്തായിരുന്നോ? നമ്പർ പ്ലേറ്റ് ഫേക്ക് ആയിരുന്നു. വാട്ട്? എടാ, ഈ കാര്യം നമുക്കൊന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുന്നതാ നല്ലത്. ഓഫ് കോഴ്സ്. ഓൾസോ സിഹിയുടെയും സീതനും കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. എടാ, നീ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക പ്ലീസ്. യാ, ബട്ട് എടാ, ഇതിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് ഞാനും ആലോചിക്കുന്നേ. ഇനിയിപ്പോ സീതയുടെ പാസ്റ്റില് അയാൾ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും, ഐ മീൻ നീ ഇപ്പൊ സീതയുടെ കൂടെ ഉള്ളത് കണ്ടിട്ട് അത് സഹിക്കാൻ പറ്റാത്ത ആരെങ്കിലും ചെയ്തതാവൂന്ന്. എന്താ സീത, ഇറങ്ങിയില്ലേ? ഇല്ല, കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അത് തീർത്തിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ചിലപ്പോ അവളുടെ ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്യായിരിക്കും അല്ലേ സീത? സീതക്ക് എന്താ ലേറ്റ് ആയ ബോസ് തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമല്ലോ, നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ ആരുമില്ല. വാ. എന്താ എല്ലാരും ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ എങ്ങനെ ജീവിച്ചാലും ഈ സമൂഹത്തിന്റെ പറച്ചിൽ നിൽക്കില്ല. ഇതൊക്കെ കാരണം ഇവർക്കൊക്കെ എന്ത് സന്തോഷം കിട്ടാനാവും? ഇവര് പറയുന്നതിനൊക്കെ ഞാൻ വിഷമിക്കാൻ നിന്നാ സിഹിക്ക് സങ്കടമാവും. അവൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. നോർമലായിട്ടിരിക്കണം. ഈ ഡ്രോയിങ് എങ്ങനെയുണ്ട്? വാവ്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. സീതമ്മ, ഞാൻ ഇന്നിവിടെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ജോലി ചെയ്തവരെ ഡിസ്റ്റർബ് ചെയ്തിരുന്നോ? ഫ്രണ്ടിനെ വെറുതെ വെറുതെ കളിക്കാൻ വിളിച്ചോ? ഇല്ല. നീ പറഞ്ഞതൊക്കെ ഞാൻ അതേപോലെ ചെയ്തില്ലേ? സോ ഞാൻ ഗുഡ് ഗേൾ അല്ലേ? നീ വെരി 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 ഗുഡ് ഗേളാ. ഇന്ന് നല്ല മിടുമിടുക്കി കുട്ടിയായിരുന്നു. സീതമ്മ, ഇന്ന് തൊട്ടെങ്കിലും എനിക്ക് എന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യാൻ പറ്റുമോ? യാ സീത, ഷി ക്യാൻ കോൾ മീ എനി ടൈം. അവളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന എനിക്കൊരു ബുദ്ധിമുട്ടായില്ല. ഇൻഫാക്ട് ഈ കാന്താരിയോട് സംസാരിക്കുന്നതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. സർ, തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ തടസ്സമായിട്ട് നിൽക്കില്ല. പക്ഷേ എനിക്കൊരു ചിന്ത മാത്രമേ ഉള്ളൂ. കാണുന്നവരൊക്കെ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്നുള്ളതാ. ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കരുതുന്ന കാര്യം നമ്മളെന്തിനാ അറിയാവുന്നേ? താൻ സത്യം പറ, ഞാൻ സിഹിയോട് സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലേ? പറ സീതമ്മ, എന്റെ ഫ്രണ്ടിനെ അടുത്ത് സംസാരിക്കാൻ പാടില്ല? ഞാൻ എന്താ ദുഷ്ടനാ? എന്റെ ഫ്രണ്ട് എന്നാ ദുഷ്ടനാ? അല്ലെന്ന് അങ്ങോട്ട് പറ സീതമ്മ. പറ സീത. നിങ്ങൾ ഒരിക്കലും ഒരു ദുഷ്ടനല്ല. പക്ഷെ തന്റെ കണ്ണിൽ ഞാൻ ദുഷ്ടനാ. എപ്പോഴും എന്നോട് അങ്ങനെയൊക്കെയല്ലേ പെരുമാറുന്നേ? അവോയ്ഡ് ചെയ്തോണ്ടിരിക്കാന്നേ. റാം, പ്ലീസ് ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ. വാട്ട്? ഇപ്പൊ എന്താ വിളിച്ചേ? ക്യാൻ യു പ്ലീസ് കംപ്ലീറ്റ് ദ സെന്റൻസ്? ഞാൻ കേട്ടത് ശരിയല്ലേ? ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അതല്ല, മറ്റേ പ്രീവിയസ് സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവോ? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷേ പ്രീവിയസ് സെന്റൻസ് ഒന്നുകൂടെ എനിക്ക് വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചേ. റാം, പ്ലീസ് ഇങ്ങനെ ഒന്നും ചെയ്യല്ലേന്നാ ഞാൻ പറഞ്ഞേ. താങ്ക് യു സോ മച്ച്. വീണ്ടും എന്റെ പേര് വെച്ച് എന്നെ വിളിച്ചല്ലോ. അത് ഓഫീസിൽ വെച്ച് വിളിക്കില്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്നെ വിളിച്ചു. സോറി, ഞാൻ എന്തോ ആലോചിച്ച് മറന്നു വിളിച്ചത്. അങ്ങനെ അല്ല സീത, നീ മനസ്സുകൊണ്ടാ സംസാരിച്ച്, അതുകൊണ്ടാ റാം എന്നെ വിളിച്ച്. താൻ ഇതുപോലെ തന്നെ എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കേ പ്ലീസ്. ഈ ബാക്കിയുള്ളവരൊക്കെ നോക്കി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കരുതുമെന്ന് വിചാരിച്ച് എന്നോട് സംസാരിക്കില്ലേ? താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് തൊട്ട് വീണ്ടും ഫ്രണ്ട്സ്. സീഗുട്ട, ഗീവ് മി ഹൈ ഫൈ. അല്ല, അത് സീതമ്മ, ഞാനും എന്റെ ഫ്രണ്ടും വീണ്ടും ഫ്രണ്ട്സ്. ഐ മിസ് ടു ചക്കര. Miss you. ഒരു പെണ്ണിന് അവളുടേതായിട്ടുള്ള പേടി കാണില്ലേ? സിഹിക്കത് മനസ്സിലാവില്ല.
റാമിനത് മനസ്സിലായിട്ടും കാര്യമില്ല. എനിക്കിങ്ങനെ പലതും കേട്ടും കണ്ടും സഹിക്കാനാവില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്കിനി നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം. എന്ത് വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങൾക്കൊരു പാസ്റ്റ് ലവ് ഉണ്ടായിരുന്നോ? അവള് ഇപ്പോഴും ഉണ്ടോന്ന് എങ്ങനെയാ ഞാനൊന്ന് ചോദിക്കുക? ഓ ഗോഡ്, ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നത് വരെ എനിക്ക് ഒരു സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാനും കഴിയില്ല, അവിടെ സമാധാനമായിട്ട് ലൈൻ അടിക്കാനും കഴിയില്ല. അപ്പോ അന്ന് കറി കൊണ്ടു തന്നതൊക്കെ എന്തർത്ഥത്തിലാ? ഞാൻ കൊടുത്ത ഹാർട്ട് ഷേപ്പ് സാൻഡ്വിച്ച്, അതിനെന്താ അർത്ഥം? ഓ, ചോദിക്കാനുള്ളത് ചോദിക്കാൻ പറ്റാതെ എന്റെ തലയാകെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തിനാ ഭഗവാനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നേ? എല്ലാം ഈ വള കാരണോ? രാവിലെ തൊട്ട് ഇത് വിട്ട് അവിടെ പോയി നാടകം കളിച്ചിട്ടും ഒരു യൂസും ഇല്ല. എന്റെ ചെറുക്കനൊന്ന് നോട്ടീസ് ചെയ്തത് പോലും ഇല്ല. അബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് ടൈം. ഈ വളയിട്ട് വന്ന പുതിയ അവതാരം ഞാൻ കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കളിച്ചേ. ഓരോരോ കുട്ടികള്. എന്താ? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? തനിക്ക് എന്നോട് എന്ത് ദേഷ്യമുള്ളവരുണ്ടല്ലോ. ഇതൊന്നും ദേഷ്യമല്ല. എനിക്ക് ദേഷ്യം വന്നാലേ നിങ്ങളൊക്കെ ഭസ്മമായി പോവും. ഇത് എങ്ങനെയാ നിങ്ങളോട് പറയാ? എന്താണെങ്കിലും ശരി, ചോദിക്കേ. ഫൈൻ. ഈ ചുറ്റി വളച്ച് മൂക്ക് പിടിക്കുന്ന രീതി എനിക്കില്ല. എന്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പറയണം. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഹലോ, എന്തിനാ ചിരിക്കുന്നേ? ഞാൻ എന്തെങ്കിലും ജോക്ക് പറഞ്ഞോ? ഫൈൻ. മുന്നേ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അതെന്താ? അതെ, എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ഭാരങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ ലവ് ഒക്കെ. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ? നോക്ക്, പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ആ സമയത്ത് വിശപ്പടക്കാനായിരുന്നു ഇമ്പോർട്ടന്റ്. വയറ് നിറഞ്ഞ ബുദ്ധി വെറുതെ ആകരുതെന്ന് തോന്നും. ബുദ്ധി വളരെ വളരെ പോക്കറ്റ് നിറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. പോക്കറ്റ് കാലിലേക്ക് വെച്ചിട്ട് ആണുങ്ങൾക്ക് ഈ ലവ് ഒന്നും നടക്കില്ല മോളെ. അബ്ബബ്ബ, വേദാന്തം. ഞാൻ സത്യമാ പറഞ്ഞത്. തനിക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വേണ്ട. ഇപ്പൊ വയറും പോക്കറ്റും ബുദ്ധിയും എല്ലാം ഫുള്ളാണല്ലോ. ഇപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തിനാ? എന്തിനാന്ന് വെച്ചാ എന്താ പറ. ഒന്നുമില്ല. ഉണ്ട്, ഞാൻ പറയില്ല. അയ്യേ, ഇതിപ്പോ തിരക്കേടില്ലല്ലോ. എന്തോ ഉണ്ട്, പക്ഷെ പറയില്ലെന്ന് പറയുന്നു. താൻ പറയുന്നത് ഞാനെങ്ങനെ മനസ്സിലാക്കാന്? മനസ്സിലാക്കാനൊന്ന് ട്രൈ ചെയ്യ്. മനസ്സിലാക്കി കഴിഞ്ഞാ എന്നെ ഒന്ന് കോൾ ചെയ്യ. പറയാൻ ഒരുപാടുണ്ട്. ഒന്നുമില്ലാന്ന് പറഞ്ഞു, പറയില്ലാന്ന് പറഞ്ഞു, മനസ്സിലാക്കാൻ പറഞ്ഞു, മനസ്സിലായ വിളിക്കാൻ പറഞ്ഞു, പറയാൻ കുറെ ഉണ്ടെന്ന് പറഞ്ഞു. ഹായ് സീത, എന്റെ കാര്യത്തിൽ നിനക്ക് അത്രയ്ക്ക് കെയറാ? ആ ഒരു സെക്കൻഡ് നിന്റെ മുഖത്ത് ഞാൻ എത്ര പേടിയും ടെൻഷനും കണ്ടെന്നോ. നിന്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് എനിക്ക്
എനിക്ക് വേദനിച്ചാൽ നിനക്കും വേദനിക്കുമെന്നാണോ? പക്ഷേ ഒരു കാര്യം സത്യമാ, ഈ മുറിവ് സത്യത്തിൽ എന്നെ ഒട്ടും വേദനിപ്പിച്ചേയില്ല. എന്താന്ന് വെച്ചാ അറ്റ്ലീസ്റ്റ് ഇത് കാരണമെങ്കിലും ഒരു സെക്കൻഡ് നിന്റെ കെയർ കിട്ടിയല്ലോ. അതാ എൻ്റെ സന്തോഷം. മുറിവുകൾ ഒരു തരത്തിൽ സന്തോഷമാ. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. മലേഷ്യന്ന് അവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാ കരുതിയത്. എന്നിട്ടിപ്പോ വീട്ടിലേക്ക് വന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. പ്രേമിക്കില്ല, കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞവൻ ഒരുത്തിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ റെഡിയായിരിക്കുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടിയും മകനെ 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 എന്ന് വിളിച്ച് കള്ള സ്നേഹം കാണിച്ചാ ഞാൻ നിന്നെ ഇത്രയും നാളും വളർത്തിയത്. എന്നിട്ടിപ്പോ നീ കല്യാണവും കഴിച്ച് മക്കളെ ഉണ്ടാക്കി ഇനി ആ കുട്ടികളുടെയും മുത്തശ്ശിയായിരിക്കണോ ഞാൻ? നോ, നെവർ. എനിക്ക് കിട്ടാതിരുന്ന സ്നേഹം നിനക്ക് ഒരിക്കലും കിട്ടരുത് രാമ. സീത, രുദ്രപ്രതാപ്. പേരില് തന്നെ നല്ലൊരു വൈബുണ്ട്. കല്യാണ മണ്ഡപത്തിൽ നിന്ന് നേരെ ജയിലിൽ പോയവൻ. എന്തായാലും സമാധാനം കാണില്ല. അവന്റെ ഉള്ളില് കനല് പുകയുന്നുണ്ടായിരിക്കും. ഒരു ചെറിയ തീപ്പൊരിയിട്ടാ മാത്രം മതി. സീതയുടെ ജീവിതം തക തക തകാന്ന് എരിഞ്ഞു തീരും. അത് കണ്ടിട്ട് രാമന്റെ സ്വപ്നങ്ങള് ഭസ്മമായി തീരണം.